എല്ലാവർക്കും ആസ്പിയർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് ഒരു ഹോളിവുഡ് മൂവിയുടേതാണ്. പ്രതീക് ഗാന്ധി നായകനായി എത്തിയ ഏറ്റവും പുതിയ ഹോളിവുഡ് സിനിമയാണ് അഗ്നി. ഇതൊരു ആക്ഷൻ ഡ്രാമ കാറ്റഗറിയിൽ പെടുന്ന മൂവിയാണ്. ഇപ്പോൾ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിലൂടെ ഡിസംബർ 6 OTT റിലീസ് ചെയ്യുകയാണ്. അടുത്ത അപ്ഡേറ്റ് ഒരു ഹോളിവുഡ് മൂവിയുടേതാണ്. രാജ്കുമാർ റാവു നായകനായി എത്തിയ മൂവിയാണ് വിക്കി വിദ്യാക വോവാല വീഡിയോ. ഇതൊരു കോമഡി മൂവിയാണ്. ഇപ്പോൾ ഈ ഒരു സിനിമ ഡിസംബർ 6 നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് സ്വർഗവാസൽ എന്ന തമിഴ് മൂവിയുടേതാണ്. RJ ബാലാജി, സാനിയ അയ്യപ്പൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ തമിഴ് മൂവിയാണ് സ്വർഗവാസൽ. നെറ്റ്ഫ്ലിക്സ് ആണ് OTT അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സിനിമ ഡിസംബർ ലാസ്റ്റ് വീക്കോടുകൂടി നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അപ്ഡേറ്റ് പ്രേക്ഷകർ കാത്തിരിക്കുന്ന അമരൻ എന്ന തമിഴ് സിനിമയുടേതാണ്. ശിവകാർത്തികേയൻ, സായി പല്ലവി എന്നിവർ തകർത്തഭിനയിച്ച സിനിമയാണ് അമരൻ. ഈ സിനിമ ഒരു റിയൽ സ്റ്റോറിയാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഈ സിനിമ ഡിസംബർ 5 നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യൻ ഭാഷകളിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് അജയ് ദേവ്ഗൺ നായകനായി ദീപാവലി റിലീസായി തിയേറ്ററുകളിലെത്തിയ ഏറ്റവും പുതിയ ഹിന്ദി മൂവിയാണ് സിംഗം അഗൈൻ. അജയ് ദേവ്ഗണിനോടൊപ്പം വമ്പൻ താരനിര ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സിനിമ ഡിസംബർ 27 ആമസോൺ പ്രൈം വീഡിയോയിലൂടെ റിലീസ് ചെയ്യുന്നതാണ്. അവസാനത്തെ അപ്ഡേറ്റ് അയാം കാതലൻ എന്ന മലയാളം സിനിമയുടേതാണ്. നസ്ലൻ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അയാം കാതലൻ. ചിത്രം ഒരു ഹാക്കിങ്ങിന്റെ കഥയാണ് പറഞ്ഞു പോകുന്നത്. തിയേറ്ററുകളിൽ ഒരു ആവറേജ് അഭിപ്രായമാണ് ഈ സിനിമയ്ക്ക് കിട്ടിയിരുന്നത്. ഇപ്പോൾ ഈ സിനിമയുടെ OTT അവകാശങ്ങൾ മനോരമ മാക്സ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ സിനിമ ഡിസംബർ ലാസ്റ്റ് വീക്കോട് കൂടി മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.